ഇന്ത്യൻ അതിർത്തിക്ക് സമീപം സെൻസിറ്റീവ് പ്രദേശങ്ങളിൽ നിന്നുകൊണ്ട് വീഡിയോ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച ബംഗ്ലാദേശി യുവാക്കളെ പിടികൂടി സുരക്ഷാ സേന. മാത്രമല്ല, ഈ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ യുവാക്കൾക്ക് നേരെ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ BSF ജവാൻ നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഞാൻ നിങ്ങളെ വെടിവെക്കുമെന്ന മുന്നറിയിപ്പായിരുന്നു അവിടെ നൽകിയത്. അതുപോലെ തന്നെ റൈഫിൾ കണ്ടതും അവർ അവിടെ നിന്നുകൊണ്ട് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ കനത്ത ജാഗ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സുരക്ഷാ സേന. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണം അത് അരങ്ങേറുന്നതും അക്രമാസക്തമായ രീതിയിൽ തുടരുന്ന സാഹചര്യത്തിലാണ് സുരക്ഷ കൂടുതലായി തന്നെ വിന്യസിപ്പിക്കാൻ വിവിധ സേനകൾക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നതും. ഇന്ത്യയുടെ അനുമതിയില്ലാതെ തന്നെ ആര് അതിർത്തി കടന്നാൽ പോലും അവർക്കുള്ള 8ന്റെ പണിയുമായിട്ടാണ് ഇപ്പോൾ BSF അതിർത്തിക്കിപ്പുറം തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പ്രകാരം 2500 ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയാണ് സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തതും. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമം വർദ്ധിച്ചു വരികയാണ്. അതിർത്തിയിൽ BSF കനത്ത ജാഗ്രതയും പാലിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം തുടരുന്നതിനിടയിൽ തന്നെ അതിർത്തിയിൽ ഗുരുതരമായ ഒരു സുരക്ഷാ പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോ അത് പ്രകാരം ചില ബംഗ്ലാദേശി യുവാക്കൾ ഇന്ത്യൻ അതിർത്തി കടക്കാനുള്ള സെൻസിറ്റീവ് പ്രദേശങ്ങൾ അത് വീഡിയോയിലൂടെ പകർത്താൻ ശ്രമിക്കുന്നതാണ് ഈ വീഡിയോ ആയി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. തുടർന്നാകട്ടെ BSF ഉദ്യോഗസ്ഥർ അവരെ തടഞ്ഞപ്പോൾ പോലും അവർ അത് കേൾക്കാൻ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സെൻസിറ്റീവ് പ്രദേശങ്ങൾ ചില യുവാക്കൾ വീഡിയോയിൽ പകർത്തുകയാണ് ഉണ്ടായതെന്നും വൈറലായ ഒരു വീഡിയോയിൽ കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു BSF സൈനികൻ അവരെ തടയാൻ ശ്രമിക്കുകയും കർശനമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. യുവാക്കൾ നിർത്താൻ വിസമ്മതിച്ചപ്പോൾ ക്രമസമാധാനം നിലനിർത്താൻ വെടിവെക്കുമെന്ന് സൈനികർ ഭീഷണി മുഴക്കുകയും ചെയ്തു. തുടർന്നും യുവാക്കളെ പിന്തിരിപ്പിക്കാൻ BSF സൈനികർ പല തവണ ശ്രമിച്ചെങ്കിലും അവർ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. ഒടുവിൽ സൈനികർ തന്റെ റൈഫിൾ പുറത്തെടുത്തുകൊണ്ട് അവിടെ വലിയ രീതിയിൽ വെടിയൊച്ചകൾ കേൾക്കുകയും അത് കണ്ട് ഉടൻ തന്നെ യുവാക്കൾ ഓടി രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത്. BSF സൈനികരും വെടി ഉതിർത്തതായും ചിലർ അവകാശപ്പെടുന്നുണ്ട്. അതേസമയം 2025 ആദ്യ 11 മാസങ്ങളിൽ തന്നെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ആകെ 1104 നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയതായും അതേ കാലയളവിൽ തന്നെ 2555 നുഴഞ്ഞുകയറ്റക്കാരെ അറസ്റ്റ് ചെയ്തതായും ഡാറ്റ കണക്കാക്കുന്നു. എല്ലാ അതിർത്തികളിലൂടെയുമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. കൂടാതെ തന്നെ ബംഗ്ലാദേശുമായുള്ള അതിർത്തിയുടെ 79.08%, പാകിസ്ഥാനുമായുള്ള അതിർത്തിയുടെ 93.25% വലിയ രീതിയിൽ വേല കെട്ടിയിട്ടുണ്ട് എന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം നേരത്തെ തന്നെ ഡിസംബർ 18-ന് BSF നടത്തിയ ഒരു വലിയ ഓപ്പറേഷനിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് വലിയ രീതിയിൽ 2 സ്വർണ്ണ കള്ളക്കടത്തുകാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെല്ലാം കൂടെ അറസ്റ്റ് ചെയ്ത മൊത്തം കണക്കായി തന്നെയാണ് ഇപ്പോൾ 2555-ലധികം ബംഗ്ലാദേശികൾ ഇപ്പോൾ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനായി എത്തുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.